ഗലീലായ കടലിന്റെ തീരത്ത് സന്ധ്യ ഇറങ്ങിവരികയായിരുന്നു. കാറ്റ് ശക്തമായി വീശി. തിരമാലകൾ പടകിൽ ഇടിച്ചു പൊങ്ങുകയായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ ഭയന്ന് വിറച്ചു. അന്ന് രാത്രി യേശു പർവ്വതത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. ശിഷ്യന്മാർ മാത്രം കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഇരുണ്ട വെള്ളത്തിൻമുകളിൽ ആരോ നടക്കുന്നതുപോലെ തോന്നി. അതൊരു പ്രേതം! പത്രോസ് ഭയന്ന് വിളിച്ചു. എന്നാൽ ആ രൂപം അടുത്തെത്തി പറഞ്ഞു, ഭയപ്പെടേണ്ട, അത് ഞാൻ തന്നെയാണ്. ശിഷ്യന്മാരമ്പരന്നു. വെള്ളത്തിൻമുകളിൽ നടക്കുന്നത് യേശുവായിരുന്നു. പത്രോസ് വിശ്വസിക്കാനാകാതെ ചോദിച്ചു, കർത്താവേ, ശരിക്കും നിങ്ങളാണെങ്കിൽ എന്നെയും വെള്ളത്തിൻമുകളിൽ നടക്കാൻ വിളിക്കൂ. യേശു പുഞ്ചിരിച്ചു. വാ. ആ ഒരു വാക്കു മാത്രം. പത്രോസ് പതുക്കെ പടകിൽ നിന്നിറങ്ങി. അവന്റെ കാൽ വെള്ളത്തിൽ മുങ്ങിയില്ല. അവൻ യേശുവിലേക്ക് നടന്നു തുടങ്ങി. ഒരു നിമിഷം അവൻ തിരമാലകളെ മറന്നു, കാറ്റിനെ മറന്നു, ഭയത്തെ മറന്നു. പക്ഷേ അടുത്ത നിമിഷം ശക്തമായ കാറ്റവന്റെ ശ്രദ്ധ പിടിച്ചു. ഭയം വീണ്ടും ഹൃദയത്തിലേക്ക് കയറി. അവൻ മുങ്ങാൻ തുടങ്ങി. കർത്താവേ, എന്നെ രക്ഷിക്കണമേ! യേശു ഉടനെ അവന്റെ കൈ പിടിച്ചു. വിശ്വാസം കുറവുള്ളവനെ, എന്തിന് സംശയിച്ചു? അവർ വീണ്ടും പടകിൽ കയറിയപ്പോൾ കാറ്റ് നിശബ്ദമായി, കടൽ ശാന്തമായി. ആ രാത്രി ശിഷ്യന്മാർ മനസ്സിലാക്കി, യേശു ഒരു സാധാരണ ഗുരുവല്ല, കാറ്റിനും കടലിനും മേൽ അധികാരമുള്ള ദൈവപുത്രനാണ്. ഈ കഥയുടെ സാരം: ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ നമ്മെ ഭയപ്പെടുത്തും. എന്നാൽ അപ്പോഴൊന്നും നമ്മുടെ മനസ്സിടറാൻ പാടില്ല. ഏതാപത്തു വന്നാലും നമ്മുടെ മനസ്സ് യേശുവിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന സമയത്തുപോലും ഒരു കൈ നമ്മെ ഉയർത്താനുണ്ടാകും. യേശുവിൽ വിശ്വസിക്കുക, ആ നാമം വാഴ്ത്തുക. ആമേൻ.